ഹായ് ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫീച്ചർ CMAs. വെൽക്കം ടു അവർ ക്ലാസ്. അപ്പം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും എന്താ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി തൊട്ട് എല്ലാ മാസവും കുറഞ്ഞതൊരു 2 ക്ലാസ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫ്രീ ആയിട്ട് ഇന്ന് തൊട്ട് എൻ്റെ സബ്ജക്റ്റ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് തൊട്ട് ഒരു മാസത്തിൽ കുറഞ്ഞ ഒരു 2 ക്ലാസ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ നമ്പർ 8 കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ മൊഡ്യൂൾ നമ്പർ 2 എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സ്പെഷ്യലായിട്ട് മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ ഞാൻ പറഞ്ഞു? ഒന്ന്, പേപ്പർ നമ്പർ 8നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ നമ്പർ 8 മൊഡ്യൂൾ നമ്പർ 2 എലമെന്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ്സ് നമ്മൾ കോസ്റ്റിനെ 3 ആയിട്ട് തിരിക്കും. എന്തൊക്കെയാണ് 3 മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. വാട്ട് ഈസ് മെറ്റീരിയൽ? പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ മെറ്റീരിയൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ലേബറോ? പ്രൊഡക്ഷന് വേണ്ടിയോ അതല്ലാതെയോ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ ലേബർ എന്ന് വിളിക്കും. ഓക്കെ, എക്സ്പെൻസസോ? നമ്മുടെ കമ്പനിക്ക് ഈ ലേബറോ മെറ്റീരിയലോ അല്ലാതെ വേറെ എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടെങ്കിൽ ആ ചിലവുകളെയൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷേ കമ്പ്യൂട്ടേഷനിലേക്ക് വരുമ്പോൾ അല്ല എങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എലമെന്റ് ഓഫ് കോസ്റ്റിനെ 3 എലമെന്റ് ആയിട്ടല്ല 4 എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് 4 എലമെന്റ്? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ആണ് നമ്മുടെ എലമെന്റ്സ് എന്ന്. ഈ എലമെന്റ്സിനെ തന്നെ ഇവർ വീണ്ടും 2 ആയിട്ട് തിരിക്കും. എങ്ങനെ? മെറ്റീരിയലിനെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും ആയിട്ട് തിരിക്കും. ലേബറിനെയോ ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും ആയിട്ട് തിരിക്കും. പിന്നെ എക്സ്പെൻസസിനെയോ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആയിട്ട് തിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടും. എന്നിട്ട് ഇതിനൊരു പേരിടുകയാണ്. അതിൻ്റെ പേരാണ് ഓവർ ഹെഡ്. എന്താണ്? ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ എന്തുണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 എലമെന്റ്സ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ്. ഓക്കെ, എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 എലമെന്റ്സ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതെങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മാറുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഒരു മെറ്റീരിയൽ ഡയറക്റ്റ് ആകണമെങ്കിൽ ആ മെറ്റീരിയൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ഈ റോ മെറ്റീരിയലിനെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കണ്ടീഷൻ, കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് കണ്ടീഷൻ, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൽ ഈ റോ മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ഈസിലി മെഷർ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് കൺവീനിയൻ്റ്ലി എന്ത് ചെയ്യണം? നമുക്ക് കൺവീനിയൻ്റ് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആകും. അല്ലാത്ത പക്ഷം ഇത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആകും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡൗട്ട്സ് ഉണ്ടാകും, എനിക്കറിയാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ നോർമലി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സെയിം എക്സാമ്പിൾ. എന്താണ്? ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനി. എൻ്റെ കമ്പനി ഒരു ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? ഷർട്ട്. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ഷർട്ട്. ഈ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ മെറ്റീരിയൽ വേണം? അഫ്കോഴ്സ് എനിക്ക് ക്ലോത്ത് വേണം, പിന്നെ ബട്ടൺസ് വേണം, പിന്നെന്താണ്? ടോയിൻ വേണം. ഇത് 3 ഞാൻ നോർമലി കൺസിഡർ ചെയ്യുന്ന ഐറ്റംസ്. ഓക്കെ, ക്ലോത്ത്. എനിക്കൊരു ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടപാടെ മനസ്സിലാവില്ലേ ആ ഷർട്ടിൽ തുണി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്? പറ്റും. ബട്ടൺസ് ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും. നൂലുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും. അപ്പം 3 ഐറ്റംസ്, 3 മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ എനിക്ക് 2 മീറ്റർ തുണി വേണമെന്ന് കരുതുക. 1 മീറ്ററിൽ ഷർട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. 2 മീറ്റർ തുണി വേണമെന്ന് കരുതുക. ഓക്കെ, എനിക്കൊരു 10 ബട്ടൺസ് വേണമെന്ന് കരുതുക. ഓക്കെ, നൂലോ?
നൂല് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. നൂലെന്ന് പറയുന്നത് ഒരുപാട് കാണും, മീറ്ററുകളോളം കാണും. എനിക്ക് ശരിക്കും ഒരു നൂല് വെച്ചിട്ട് ചിലപ്പം 4 or 5 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് 4 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും, കാരണം നൂല് അത്രയും ഉണ്ട്. സോ നൂല് എന്തുമാത്രമാണ് എനിക്ക് കറക്റ്റ് വേണ്ടത് എന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നെ കൊണ്ട് എന്തേ പറ്റുള്ളൂ, ഈ പർട്ടിക്കുലർ ഷർട്ടിന് എന്തുമാത്രം നൂല് വേണമെന്ന് അറിയാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും, ഈ നൂല് വെച്ചിട്ട് 4 ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4-1 ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. കൺവീനിയൻ്റ്ലി എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ, നൂലിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പം എനിക്ക് കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. സോ സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുമ്പം ടോയിന് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റണം. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നമ്മുടെ നൂല് എന്തുമാത്രമാണ് വേണ്ടതെന്ന് കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ സെക്കൻഡ് കണ്ടീഷൻ നൂല് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. തേർഡ് കണ്ടീഷൻ എന്താ, 2 മെറ്റീരിയലിന് 100 രൂപയായി, 2 മീറ്റർ മെറ്റീരിയലിന് 100 രൂപയായി, 10 നമ്പർ ഓഫ് ബട്ടൺസിന് 10 രൂപയായി. ഈ 110 രൂപ എനിക്ക് ഷർട്ടിലേക്ക് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഈ ഒരു പെർട്ടിക്കുലർ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എനിക്ക് വന്ന ചിലവാണ് എത്ര, ഈ 110 രൂപ. ഇനി ഒരു നൂലിന് 2 രൂപയാണ് കരുതുക, ₹2 per യൂണിറ്റ് ആണ് കരുതുക. ഒരു നൂലിന് 2 രൂപയാണ് കരുതുക. ഈ എൻ്റെ 2 രൂപയും എനിക്ക് ഈ ഒറ്റ ഷർട്ടിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഞാൻ ഈ 2 രൂപയുടെ നൂല് വെച്ചിട്ട് 4 ഷർട്ടാണ് മാനുഫാക്ചർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ 2 രൂപയുടെ എക്സ്പെൻസ് ഞാൻ 4 ഷർട്ടിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോർഷൻ ചെയ്യാൻ പറ്റും. സി, ഈ ടോയിന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ടോയിൻ്റെ അളവ് എന്തുമാത്രമാണ് ഒരു ഷർട്ടിന് വേണ്ടതെന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ടോയിൻ്റെ എത്ര രൂപയാണ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതി ടോയിൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണോ ഇതിനർത്ഥം? അല്ല, ടോയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോയിൻ എന്താണ്, മെറ്റീരിയലാണ്, പക്ഷെ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല. ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്ത ഐറ്റം എന്തായിട്ട് മാറും, ഇൻഡയറക്റ്റ് മെറ്റീരിയലായിട്ട് മാറും. മനസ്സിലായോ? സി, നമ്മുടെ കമ്പനിയിൽ ഒരു മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആകണമെങ്കിൽ ആ മെറ്റീരിയൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3-ൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ പോലും അത് എന്തായിട്ട് മാറും, ഇൻഡയറക്റ്റ് ആയിട്ട് മാറും. ഈ കേസിലെ ക്ലോത്തും ബട്ടനും 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിന്റെ കോസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ക്ലോത്തും ബട്ടനും എന്താ, ഡയറക്റ്റ് മെറ്റീരിയലാണ്. ടോയിൻ എങ്ങനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയത്? ടോയിൻ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, കൺവീനിയൻ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ല. എനിക്ക് ഫുൾ എമൗണ്ട് പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എനിക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഫുള്ളായിട്ട് എടുത്ത് പിടിച്ച് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റില്ല. സോ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താകും, ഡയറക്റ്റ് മെറ്റീരിയൽ ആകും. അല്ലാത്ത പക്ഷം എന്താകും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആകും. ഓക്കെ, അപ്പം മെറ്റീരിയലിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലേബറിൻ്റെ കേസിലേക്ക് വരുമ്പം ലേബറിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1 എന്താ മക്കളെ? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അനുസരിച്ച് ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ്സ് കോസ്റ്റിനെ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഓക്കെ, മെറ്റീരിയൽ എന്താണ്, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, മെറ്റീരിയൽ എന്ന് വിളിക്കും. അതിന് വന്ന ചെലവിന് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കും. വി ഹാവ് 2 ടൈപ്സ് ഓഫ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയലിന് വരുന്ന ചെലവിനെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കും. ഇൻഡയറക്റ്റ് മെറ്റീരിയലിന് വന്ന ചെലവിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കും. നോക്കിയേ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? ദീസ് ആർ കോസ്റ്റ് of material which can be assigned to a cost object in an economically feasible way. Economically feasible വേയിൽ നമുക്ക് ഒരു കോസ്റ്റിനെ, ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റിനെ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കും. വാട്ട് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ്? നോക്കിയേ, ഇവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ്? നമ്മൾ എന്തിൻ്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് ആ പെർട്ടിക്കുലർ ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ്. എന്തിന്റെ ചെലവാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെ നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഈ പർട്ടിക്കുലർ കേസിൽ ഞാൻ എന്തിന്റെ ചെലവാണ് കണ്ടുപിടിച്ചത്, ഷർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ. അപ്പൊ ഷർട്ട് ആയിരിക്കും എന്ത്, എൻ്റെ കോസ്റ്റ് ഒബ്ജക്റ്റ്.
നാളെ ഞാൻ പോയിട്ട് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് വരുന്ന കോസ്റ്റ് ആണ് നോക്കുന്നെങ്കിൽ ആ ബ്രിഡ്ജ് ആയിരിക്കും എന്ത് എൻ്റെ കോസ്റ്റ് ഒബ്ജക്ട്. നമ്മുടെ ലക്ഷ്യം എന്താണോ അതായിരിക്കും ഒബ്ജക്ട്, ദാറ്റ് ഇസ് കോസ്റ്റ് ഒബ്ജക്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? ദീസ് ആർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് കൻ നോട്ട് ബി ഡയറക്ട്ലി അസൈൻ ടു എ പെർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്ട് ഇൻ ആൻ എക്കണോമിക്കലി ഫീസിബിൾ വേ. ഡയറക്ട്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത ഐറ്റങ്ങളെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് ലേബറിന്റെ കേസും എക്സ്പെൻസിന്റെ കേസും. ലേബറും എക്സ്പെൻസും പഠിപ്പിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് നടത്താം. ഇപ്പൊ തൽക്കാലം അവരെ അവിടെ വിട്ടേക്ക്. നേരെ വന്നേ, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താന്ന് പറഞ്ഞു? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6 ആണ് മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. 7 എംപ്ലോയി കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. 10 ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു. മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6, ലേബർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 7, എക്സ്പെൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 10. ഓവർ ഹെഡോ? ഓവർ ഹെഡ് നമുക്ക് 3 ടൈപ്പ് ഓഫ് ഓവർ ഹെഡ് ഉണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഓവർ ഹെഡിനെ തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓവർ ഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 3ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 11ലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 15ലാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, കാരണം നിങ്ങൾക്ക് 1 വേർഡിന് ചോദിക്കാം. ഓക്കെ. അപ്പം നമ്മൾ എത്ര കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ നമ്പർ പഠിച്ചു? ഇവിടെ 6 എണ്ണം പഠിച്ചു, ഒരെണ്ണം എക്സ്ട്രായും പഠിച്ചു. അതേതാ? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1 എന്ന് പഠിച്ചു. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1. ഇനി മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6, ലേബർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 7, എക്സ്പെൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 10. ഓവർ ഹെഡിലേക്ക് കടക്കുമ്പോൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എത്രയാ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 3. അഡ്മിനിസ്ട്രേഷനോ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 11. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡോ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 15ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ പഠിച്ചു വെച്ചു, ആവശ്യം വരും. മെറ്റീരിയൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6ലാണ് മെറ്റീരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അതൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ദേ ആർ ട്രേസബിൾ ടു എ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ട്രേസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എന്താണ്? ദേ റെപ്രസെന്റ് എ മേജർ എലമെന്റ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കോസ്റ്റിലെ ഒരു മേജർ എലമെന്റ് എന്തായിരിക്കണം? ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയിരിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ദേ ക്യാൻ ബി ഐഡന്റിഫൈഡ് ഡയറക്ട്ലി വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനിൽ നമുക്ക് ഈ റോ മെറ്റീരിയലിനെ ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ 3 നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നേരെ വന്നേ, വാട്ട് ഈസ് മെറ്റീരിയൽ കൺട്രോൾ? ഞാൻ പറഞ്ഞു ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ ഒരുപാട് മേടിച്ച് കമ്പനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ പറയാം, നമുക്ക് എല്ലാ രീതിയിലും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി സാൻഡ്വിച്ച് മേക്കിംഗ് ആണ്. ഓക്കെ. ഇവർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എന്ത് വേണം മക്കളെ? ബ്രെഡ് വേണം. ഓക്കെ, ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ പ്രത്യേകത എന്താ? ബ്രെഡിന് 3 ഡേയ്സിൽ കൂടുതൽ ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. വാട്ട് ഈസ് ഷെൽഫ് ലൈഫ്? ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി 3 ദിവസത്തിൽ കൂടുതൽ എക്സ്പയറി ഇല്ലെന്ന് കരുതുക. എൻ്റെ കമ്പനി എന്താണ്? സാൻഡ്വിച്ച് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഒരു വർഷം ഞാൻ കുറഞ്ഞതൊരു 10,000 സാൻഡ്വിച്ച് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ എന്താ 10,000 സാൻഡ്വിച്ച് ഉണ്ടാക്കി വിൽക്കാൻ പോകുന്ന ഒരാളാണ്. ഓക്കെ. 2024 ഏപ്രിൽ 1-ാം തീയതി ഞാൻ പോയിട്ട് 10,000 സാൻഡ്വിച്ചിനും വേണ്ടിയുള്ള ബ്രെഡ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10,000 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് 20,000 ബ്രെഡ് വേണമെന്ന് കരുതുക. ഈ 20,000 ബ്രെഡ് എനിക്ക് ഏപ്രിൽ 1-ാം തീയതി മേടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? 3 ദിവസം കഴിയുമ്പോൾ ഈ 20,000 എണ്ണം കേടായിപ്പോയി. ഈ 10,000 എണ്ണം എനിക്ക് ഒരു വർഷത്തേക്ക് വേണ്ടതാ. സോ എന്നെ സംബന്ധിച്ച് 3 ദിവസത്തേക്ക് വേണ്ട ബ്രെഡ് ശരിക്കും മേടിച്ചു വെച്ചാൽ മതി. അത് കൂടുതൽ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചീത്തയായി പോവും. അപ്പം എൻ്റെ കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യണം? മേടിച്ചു വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ ഒരു കൺട്രോള്
കൊണ്ടുവരണം. ഒരുപാട് മേടിച്ചു വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ കുറച്ച് മേടിച്ചു വെക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് 3 ദിവസമേ ഷെൽഫ് ലൈഫ് ഉള്ളൂ. ഒരു ദിവസം ഇൻ കേസ് എനിക്കൊരു 50 സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് കരുതുക. ഈ 50 സാൻഡ്വിച്ച് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് 100 ബ്രെഡാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 100 ബ്രെഡ്. എൻ്റെ കമ്പനിയിൽ ആകെ 100 ബ്രെഡേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അഡീഷണൽ ആയിട്ടൊരു ഓർഡർ വന്നു. പെട്ടെന്ന് എമർജൻസി ആയിട്ട് എനിക്കൊരു ഓർഡർ വന്നു. എനിക്ക് എന്ത് ചെയ്യണം? ഒരു 150 സാൻഡ്വിച്ച് ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ എന്തില്ല? ബ്രെഡില്ല. സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ഈ ബ്രെഡില്ല. അപ്പോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് ആ ഓർഡർ നഷ്ടപ്പെടത്തില്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് മെറ്റീരിയൽ മേടിച്ചു വെക്കാൻ പാടില്ല, എന്നാൽ മെറ്റീരിയൽ കുറയാനും പാടില്ല. എപ്പോഴും എൻ്റെ കമ്പനിയിൽ ഇരിക്കുന്ന മെറ്റീരിയലിൽ ഞാൻ എന്ത് കൊണ്ടുവരണം? ഒരു കൺട്രോള് കൊണ്ടുവരണം. അതാണ് മെറ്റീരിയൽ കൺട്രോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം വിച്ച് എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് റിക്വയർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രോപ്പർ ക്വാളിറ്റി. ശ്രദ്ധിക്കാം, നമ്മൾ മെറ്റീരിയൽ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയും പ്രോപ്പർ ക്വാളിറ്റിയും എൻഷുർ ചെയ്യണം. ഓക്കെ, നമുക്ക് വേണ്ട സാധനം മേടിച്ചു വെച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ 3 ദിവസത്തേക്ക് ഞാൻ 300 ബ്രെഡ് മേടിച്ചു വെച്ചു. 3 ദിവസം എനിക്ക് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, 300 അല്ലെങ്കിൽ 600 ബ്രെഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ല. പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ചിലപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആ 600 എണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ 500 എണ്ണേ ഉള്ളൂ. മീൻസ് 3 ദിവസം കഴിഞ്ഞപ്പോൾ 500 എണ്ണം പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി 100 എണ്ണം ഉണ്ട്. ഈ 100 എണ്ണം 3 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പയറി കഴിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ 100 എണ്ണം എനിക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് വേസ്റ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഞാൻ മേടിക്കുന്ന ബ്രെഡ്, ഇപ്പം മോഡേൺ ബ്രെഡിൻ്റെ ബ്രെഡാണ് ഞാൻ മേടിക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതല്ലാതെ നാട്ടിൽ വേറെ ഏതെങ്കിലും മോശം ബ്രെഡ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാൻഡ്വിച്ച് വിറ്റുപോകില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നോക്കണം, പ്രോപ്പർ ക്വാളിറ്റി നോക്കണം. അറ്റ് ദ പ്രോപ്പർ ടൈം വിത്തൗട്ട് നെസസറി ബ്ലോക്കിംഗ് അപ്പ് ഓഫ് ക്യാപിറ്റൽ ഇൻ സ്റ്റോക്സ് നോക്കാം. നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? മെറ്റീരിയൽസ് കിട്ടണം. അതും പ്രോപ്പർ ക്വാളിറ്റിയിലും വേണം, ക്വാണ്ടിറ്റിയിലും വേണം. അത് നമ്മൾ എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് മെറ്റീരിയൽ കൺട്രോൾ. ഇനി നേരെ താഴേക്ക് വന്നു കഴിഞ്ഞ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ 2 മെയിൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഒരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകണം. പ്രൊഡക്ഷൻ ഒരു തടസ്സവും വരാതെ നല്ലപോലെ നടന്നു പോകണം. രണ്ടാമത്തെ എന്താണ്? മെറ്റീരിയൽ സ്റ്റോക്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. ഞാൻ പറഞ്ഞ കേസിൽ 20,000 മെറ്റീരിയലിൽ 20,000 ബ്രെഡ് ഞാൻ 1-ാം തീയതി കൊണ്ട് മേടിച്ചു വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? 20,000 മെറ്റീരിയലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആദ്യമേ നടത്തും. പക്ഷേ ഇതിൽ കുറേ എണ്ണം എന്തായിട്ട് പോകും? വേസ്റ്റ് ആയിട്ട് പോകും. കാരണം 3 ദിവസമേ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഇതെന്തായിട്ട് പോകും? എനിക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ രണ്ടാമത്തെ എലമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നവർ? രണ്ടാമത്തെ ആസ്പെക്ട്സ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് എക്സസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽ സ്റ്റോക്ക്. മെറ്റീരിയൽ സ്റ്റോക്കിൽ എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെടുക്കാൻ പാടില്ല? ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയും വേണം. ഇതാണ് എന്ത്? മെറ്റീരിയൽ കൺട്രോളിന്റെ 2 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് എന്താ? മെറ്റീരിയൽ കൺട്രോൾ കൊണ്ടുവരേണ്ട ഒബ്ജക്റ്റീവ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മുടെ വർക്കിനൊന്നും ഒരു തടസ്സവും വരാതെ മെറ്റീരിയൽ കിട്ടണം. ദാറ്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് എന്താണ്? നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിന് പ്രോപ്പർ ക്വാളിറ്റി ഉണ്ടാവണം, അതിൻ്റെ പ്രൈസും പ്രോപ്പർ ആയിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ പറഞ്ഞ കേസിൽ 20,000 മെറ്റീരിയൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഈ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവരണം? മെറ്റീരിയൽ കൺട്രോൾ കൊണ്ടുവരണം. ദെൻ നാലാമത്തത് ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ. ഓക്കെ, ഓവറായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് നിൽക്കാൻ പാടില്ല. നമ്മുടെ പ്രൊഡക്ഷന് വേണ്ട അത്രയും ആവശ്യം വേണ്ട മെറ്റീരിയൽ ഉണ്ടാവാൻ പാടുള്ളൂ, ഓവറായിട്ട് ഉണ്ടാവാൻ പാടില്ല. അടുത്ത എന്താണ്? ഇൻഫർമേഷൻ അബൌട്ട് അവൈലബിലിറ്റി ഓഫ് സ്റ്റോക്ക്. നമ്മുടെ സ്റ്റോറിൽ കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇനി എന്തുമാത്രം നമുക്ക് സ്റ്റോക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വേണം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അടുത്ത എന്താണ്? ലോസ് കുറയ്ക്കാൻ സാധിക്കും. ഡ്യൂറിങ് ദ പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ലോസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നേരെ വന്നേ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 5 ചോദ്യത്തിന് ഉത്തരം തരണം. എന്താണ് ആ 5 ചോദ്യം? ഫസ്റ്റ് എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്? ഏത് മെറ്റീരിയലാണ്?
എത്ര ക്വാളിറ്റിയിലുള്ളതാണ്, എത്ര ക്വാണ്ടിറ്റിയിലുള്ളതാണ്. ഓക്കെ, എന്താണ് ഏത് മെറ്റീരിയൽ എത്ര ക്വാളിറ്റിയിലുള്ളത്, എങ്ങനെയുള്ള ക്വാളിറ്റിയിലുള്ളതാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിന്റെ ഉത്തരം. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ടു പർച്ചേസ്, എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്? റൈറ്റ് മെറ്റീരിയൽ അറ്റ് റൈറ്റ് ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് എന്താണ്, എപ്പോൾ പർച്ചേസ് ചെയ്യണം? എപ്പോൾ പർച്ചേസ് ചെയ്യണം? ഇന്ന് പർച്ചേസ് ചെയ്യണോ, നാളെ പർച്ചേസ് ചെയ്യണോ, ഒരു മാസം കൂടിയിരിക്കുമ്പോൾ പർച്ചേസ് ചെയ്യണോ, അല്ലെങ്കിൽ പോട്ടെ 6 മാസം കൂടിയിരിക്കുമ്പോൾ പർച്ചേസ് ചെയ്യണം? എപ്പോൾ പർച്ചേസ് ചെയ്യണം? റൈറ്റ് ടൈം എപ്പോഴാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം വേർ ടു പർച്ചേസ്, ആരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, റൈറ്റ് സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നാലാമത്തത് ഹൗ ടു പർച്ചേസ്, ഹൗ ടു അല്ല ഹൗ മച്ച് ടു പർച്ചേസ്, എന്തുമാത്രം പർച്ചേസ് ചെയ്യണം, അതായത് നമ്മുടെ ക്വാണ്ടിറ്റി എന്തുമാത്രം വേണമെന്നുള്ളത്. അഞ്ചാമത്തെ ചോദ്യമാണിത്, അറ്റ് വാട്ട് പ്രൈസ് ടു പർച്ചേസ്, എത്ര രൂപയ്ക്ക് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. റൈറ്റ് പ്രൈസിലേ പർച്ചേസ് ചെയ്യാവുള്ളൂ. ഓവർ പ്രൈസിലും പർച്ചേസ് ചെയ്യരുത്, അണ്ടർ പ്രൈസിലും പർച്ചേസ് ചെയ്യരുത്. അണ്ടർ പർച്ചേസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്വാളിറ്റി കുറയും. നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്, റോ മെറ്റീരിയൽ നമ്മൾ കറക്റ്റ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഗുഡ് ക്വാളിറ്റിയിലായിരിക്കണം മേടിക്കേണ്ടത് ആണ്. നമ്മുടെ 5 ചോദ്യം എന്തൊക്കെയായിരിക്കും? വാട്ട് ടു പർച്ചേസ്, വെൻ ടു പർച്ചേസ്, വെയർ ടു പർച്ചേസ്, ഹൗ മച്ച് ടു പർച്ചേസ്, അറ്റ് വാട്ട് പ്രൈസ് ടു പർച്ചേസ്. ഈ 5 ക്വസ്റ്റിനും ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നോക്കിയേ, പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 7 ഡോക്യുമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 7 ഡോക്യുമെന്റ്സ്? ഫസ്റ്റ് വൺ, ബിൽ ഓഫ് മെറ്റീരിയൽ, BOM, ബോം എന്ന് വിളിക്കും. ആരാണ് ആശാൻ? എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചേറെ മെറ്റീരിയൽസ് വേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്? ഫസ്റ്റ് പറഞ്ഞ കേസിൽ എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഷർട്ട് അല്ലേ, ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനി അല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ കമ്പനി ഒരു ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണ്? എൻ്റെ പ്രൊഡക്റ്റ് ഷർട്ട്. എനിക്ക് വേണ്ട മെറ്റീരിയൽ ഏതൊക്കെയാണ്? ക്ലോത്ത് വേണം, ബട്ടൺസ് വേണം, ടോയിൻ വേണം. ക്ലോത്തിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രമാണ്, ബട്ടൺസിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രമാണ്, ടോയിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രമാണ്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ. എൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണ്ട കറസ്പോണ്ടിങ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ആ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രമാണെന്ന് ഞാൻ എഴുതി വെച്ചേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ. ചില കമ്പനീസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് അവർ വരച്ചു വെക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ക്ലോത്ത് മാനുഫാക്ചറിങ് കമ്പനി ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ഓപ്പറേഷനൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, അവർക്ക് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ട്. അതായത് ആ ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ക്ലോത്ത് ആയിരിക്കും. ഈ ക്ലോത്തിൻ്റെ നടുക്കായിട്ട് ഇവരുടെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഏത് ബോഡി പാർട്ടാണോ ആ ബോഡി പാർട്ടിൻ്റെ അവിടെ ചെറിയൊരു വട്ടം കാണും. ഓക്കെ, ചെറിയൊരു വട്ടം മീൻസ് ചെറിയൊരു ഹോള് കാണും. ആ ഹോളിൽ കൂടെ ആയിരിക്കും ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം ആ പെർട്ടിക്കുലർ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ ഈ ക്ലോത്തിൻ്റെ ഒരു പടം കൂടെ വരച്ചു വെക്കും. എവിടെയാണ് ഹോള് വേണ്ടത് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പോർഷനിലാണ് ഹോള് വേണ്ടതെന്നുള്ളൊരു പടം കൂടെ വരച്ച് വെക്കും. എല്ലാ കമ്പനീസും ചെയ്യില്ല, ചില കമ്പനീസ് ചെയ്യും. അപ്പം ബിൽ ഓഫ് മെറ്റീരിയൽ എന്താ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ഔട്ട്പുട്ടിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ലിസ്റ്റും അത് ഏത് യൂണിറ്റിലാണോ മെറ്റീരിയൽസ് വേണ്ടത് ആ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ബിൽ ഓഫ് മെറ്റീരിയൽ. ഇതാണ് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. ഓക്കെ, അതിൻ്റെ സ്പെസിമെൻ ഒക്കെ തന്നിട്ടുണ്ട്, നോക്കാം. സെക്കൻഡ് ഡോക്യുമെൻ്റ് എന്താ? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ഓക്കെ, എൻ്റെ കമ്പനി ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ എന്ത് വേണം? ക്ലോത്ത് വേണം, ബട്ടൺസ് വേണം, ടോയിൻ വേണം. ഇതൊക്കെ എവിടെയായിരിക്കും ഇരിക്കുന്നത്? എൻ്റെ സ്റ്റോറിലായിരിക്കും. പ്രൊഡക്ഷൻ ഫ്ലോറിൽ എപ്പോഴും ഇതുപോലെ മെറ്റീരിയൽ ഇരിക്കണമെന്നില്ല. പ്രൊഡക്ഷൻ ഫ്ലോറിൽ പെർട്ടിക്കുലർ മെറ്റീരിയൽ ചിലപ്പോൾ കാണത്തില്ല. ഇല്ലാത്ത അവസരത്തിൽ അവരെന്ത് ചെയ്യും? സ്റ്റോറിൽ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? ചോദിക്കും. അങ്ങനെ സ്റ്റോറിലേക്ക് നമ്മൾ പ്രൊഡക്ഷൻ ഫ്ലോറിൽ നിന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് സ്റ്റോർ കീപ്പർക്ക് അല്ലെങ്കിൽ സ്റ്റോറിലിരിക്കുന്ന ആൾക്കൊരു റിക്വസിഷൻ കൊടുക്കും. ഈ റിക്വസിഷൻ്റെ പേരാണ്
മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ഇത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പ്രൊഡക്ഷൻ നടക്കുന്നത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ്. ആർക്കായി ഇത് കൊടുക്കുന്നത്? സ്റ്റോർ കീപ്പർക്ക്. സ്റ്റോർ കീപ്പർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തിട്ട് ചോദിക്കും, ഇന്ന മെറ്റീരിയലാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത്ര ക്വാണ്ടിറ്റി വേണം, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. സോ ഈ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണിത് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ഓക്കെ, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ കീപ്പറിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇന്ന മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് പറയും. ഓക്കെ, ആ പർട്ടിക്കുലർ മെറ്റീരിയൽ സ്റ്റോറിലില്ലെന്ന് കരുതുക. സ്റ്റോർ കീപ്പർ ആരുടെ അടുത്ത് ചോദിക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, സാറേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ചോദിച്ചു, സ്റ്റോറിൽ ഇരിപ്പില്ല, നമുക്ക് പർച്ചേസ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ആര് ചോദിക്കും? സ്റ്റോർ കീപ്പർ ചോദിക്കും. അങ്ങനെ സ്റ്റോർ കീപ്പർ റിക്വസ്റ്റ് വിടുന്ന ആ ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ എന്താണ്? പർച്ചേസ് റിക്വസിഷൻ നോട്ട് ഈസ് എ റിക്വസ്റ്റ് മെയ്ഡ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് to procure material of a given description and the required quantity and quality within a specified period. ഓക്കെ, ആര് കൊടുക്കും? ഇപ്പൊ സ്റ്റോർ കീപ്പർ തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലോറിലെ ഇൻചാർജിന് ഡയറക്ട്ലി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് ചോദിക്കാം, ഞങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇത്ര ക്വാളിറ്റിയിൽ വേണം, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് ചോദിക്കുന്ന റിക്വസിഷനാണിത് പർച്ചേസ് റിക്വസിഷൻ. അടുത്തത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് ചോദിച്ചു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും ഈ സാധനം ഇല്ല. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തില്ല? നമ്മൾ ചോദിച്ച മെറ്റീരിയൽ ഇല്ല. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യും. പുറത്തുനിന്ന് ചുമ്മാ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറേ സെല്ലേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സിനെ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് സാധനം തരുന്ന ആൾക്കാരാണ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് വെൻഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? റിക്വസ്റ്റ് കൊടുക്കും, ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇന്ന ക്വാളിറ്റിയിൽ വേണം, നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടോ എന്ന്. അങ്ങനെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള സപ്ലയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സിന് കൊടുക്കുന്ന റിക്വസ്റ്റ് ആണിത് പർച്ചേസ് ഓർഡർ. എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള വെൻഡേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. അത് റിട്ടേൺ ഫോമിലായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിലും കൊടുക്കാം. അപ്പോൾ പർച്ചേസ് ഓർഡർ എന്താണ്? പർച്ചേസ് ഓർഡർ ഇസ് എ റിക്വസ്റ്റ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ടു സെലക്റ്റഡ് സപ്ലയേഴ്സ് ടു ഡെലിവർ ഗുഡ്സ് ഓഫ് റിക്വസിറ്റ് ക്വാണ്ടിറ്റി ക്വാളിറ്റി അറ്റ് ദ പ്രൈസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രീഡ് അപ്പോൾ ഈ പർച്ചേസ് ഓർഡറിൽ അവർ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യും? നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. ഏത് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. പിന്നെ എത്ര എണ്ണം വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. എത്ര രൂപയ്ക്കുള്ളത് വേണമെന്നുള്ളതും സ്പെസിഫൈ ചെയ്യും. ഇനി വേറെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള സപ്ലയേഴ്സിന് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ദാറ്റ് റിക്വസ്റ്റ് ഈസ് നോൺ ആസ് പർച്ചേസ് ഓർഡർ. ഓക്കെ, റിക്വസ്റ്റ് കൊടുത്തു, സാധനം വന്നു. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? പുറത്തൊരു സപ്ലയേഴ്സിന് റിക്വസ്റ്റ് കൊടുത്തു, സാധനം വന്നു. സാധനം വന്ന ഉടനെ സ്റ്റോറിലോട്ട് എടുത്ത് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പർച്ചേസിന് റിക്വസ്റ്റ് കൊടുത്ത സെയിം സാധനം തന്നെ സെയിം ക്വാണ്ടിറ്റിയിലും സെയിം ക്വാളിറ്റിയിലും നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കുന്ന ഒരു നോട്ടാണ് ഗുഡ്സ് റിസീവ്ഡ് കം ഇൻസ്പെക്ഷൻ നോട്ട്. ഓക്കെ, ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് will receive the materials after the gate entry. ഓക്കെ, നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഓർഡർ കൊടുത്തു. ഓക്കെ, പർച്ചേസ് ഓർഡർ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു സപ്ലയർ നമുക്ക് സാധനം അയച്ചു. സാധനം അയച്ചത് സ്റ്റോറിൽ വന്നു. സ്റ്റോറിൽ വരുമ്പോൾ സ്റ്റോർ കീപ്പർ ചുമ്മാ എടുത്ത് അകത്തോട്ട് വെക്കുമോ? വെക്കത്തില്ല. വെക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. എന്താ അവർ കമ്പയർ ചെയ്യുന്നത്? ഇറ്റ് വിൽ കമ്പയർ ദ ക്വാണ്ടിറ്റി റിസീവ്ഡ് വിത്ത് ദ പർച്ചേസ് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ പർച്ചേസ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന സെയിം ക്വാണ്ടിറ്റി ആണോ നമുക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് സ്റ്റോർ കീപ്പർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് റിസീവ്ഡ് കം ഇൻസ്പെക്ഷൻ നോട്ട്. ഓക്കെ, ഇനി നമ്മുടെ കമ്പനിയിൽ ഞാൻ പറഞ്ഞു രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എയും ഡിപ്പാർട്ട്മെന്റ് ബിയും. ഡിപ്പാർട്ട്മെന്റ് എക്ക് എക്സ് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ വേണം. ഓക്കെ, ഇവർ സ്റ്റോറിൽ ചോദിച്ചു, സ്റ്റോറിൽ ഇല്ല. സ്റ്റോറുകാർ ആരുടെ അടുത്ത് ചോദിച്ചു? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് ചോദിച്ചു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണം. ഇത് കുറച്ചേറെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത്രയും ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് സാധനം വരുന്നതിനുള്ളിൽ എന്ത് സംഭവിക്കും? ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഡക്ഷൻ കുറച്ച് നേരത്തേക്ക് നിന്നു പോകും. ഡിപ്പാർട്ട്മെന്റിന് ഒരു ഐഡിയ തോന്നി. ഡിപ്പാർട്ട്മെന്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ആലപ്പുഴയിലാണെന്ന് കരുതുക.
ആലപ്പുഴയിലാണ് കരുതുക. ഈ കമ്പനിക്ക് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ബി. ഈ ബി ഡിപ്പാർട്ട്മെന്റും ആലപ്പുഴയിൽ തന്നെയുണ്ട്. രണ്ടും ഒരേ സ്ഥലത്തായിരിക്കുന്നതെന്ന് കരുതുക. ബി ഡിപ്പാർട്ട്മെന്റുകാരും എക്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം പോയിട്ട് ആരുടെ ചോദിച്ചു? സ്റ്റോറിൽ ചോദിച്ചു. സ്റ്റോറിലില്ല. സ്റ്റോർ ആരുടെ അടുത്ത് ചോദിക്കും? പർച്ചേസിൻ്റെ അടുത്ത് ചോദിക്കും. പർച്ചേസ് എവിടെ പോകും? പുറത്തുനിന്ന് പോയി പർച്ചേസ് ഓർഡർ ഇട്ട് സാധനം കൊണ്ടുവരും. സ്റ്റോറിൽ ചോദിച്ചപ്പോൾ സ്റ്റോറിലില്ല. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ അടുത്ത് ചോദിച്ചു. ബി, നിങ്ങളുടെ കയ്യിൽ എക്സ് അഡീഷണലി വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങളിപ്പോൾ തന്നില്ലെങ്കിൽ നിന്ന് പോകും, നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ബി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സിൻ്റെ യൂണിറ്റ് ഇരിപ്പുണ്ടെന്ന് കരുതുക. അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഇപ്പോൾ 500 യൂണിറ്റ് എക്സാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 യൂണിറ്റ് എക്സ് ബി ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുത്തു? എ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. ഇത് ആരറിഞ്ഞിട്ടില്ല? കമ്പനി അറിഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തി. ഒരു കമ്പനിയിലെ 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാണ് സെയിൽ നടക്കുന്നതെങ്കിൽ അതിനെ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തി. അങ്ങനെ ട്രാൻസ്ഫർ നടത്തിയത് ആരറിഞ്ഞിട്ടില്ല? കമ്പനി അറിഞ്ഞിട്ടില്ല. കമ്പനി അറിയാതെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. കാരണം 2 ഡിപ്പാർട്ട്മെന്റിനും ചിലപ്പോൾ സെപ്പറേറ്റ് ഹെഡ് കാണും. ഇവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് P&L ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ബി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ലോസ് വരും. ഇവരുടെ മെറ്റീരിയൽ അവിടെ പോകുന്ന ചോദ്യം വരത്തില്ലേ? വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിം കമ്പനിയുടെ തന്നെ 2 ഡിപ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഡോക്യുമെന്റ് എഴുതിയിട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ എഴുതി വെക്കുന്ന ഡോക്യുമെന്റ് ആണിത് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. വാട്ട് ഈസ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്? Material transfer note is a document used for transferring material from one department to other department or one site to another site or one job to other job. വേറൊരു ജോബിലേക്കോ വേറൊരു സൈറ്റിലേക്കോ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാധനം മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എഴുതിയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങൾ സാധനം കൊടുത്തു, പക്ഷെ ഒരു ഡോക്യുമെന്റേഷൻ കൈ വെച്ചേക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. ആൻഡ് ലാസ്റ്റ് വൺ മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. ഓക്കെ, പർച്ചേസ് ഓർഡർ ഇട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സാധനം മേടിച്ചു. നമ്മൾ നോക്കിയപ്പോൾ സാധനത്തിന്റെ ക്വാളിറ്റി പോരാ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആരാണോ തന്നത് നമ്മുടെ സപ്ലയർക്ക് സാധനം തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തുമാത്രം സാധനം തിരിച്ചു കൊടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വേണം കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. 7 ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ബിൽ ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ BOM. സെക്കൻഡ് വൺ എന്താണ്? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. തേർഡ് വൺ പർച്ചേസ് റിക്വസിഷൻ നോട്ട്. ഫോർത്ത് വൺ പർച്ചേസ് ഓർഡർ. ഫിഫ്ത്ത് വൺ ഗുഡ്സ് റിസീവ്ഡ് കം ഇൻസ്പെക്ഷൻ നോട്ട്. സിക്സ്ത് വൺ ട്രാൻസ്ഫർ നോട്ട്, മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. സെവൻത് വൺ മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. ഇതാണ് 7 ഡോക്യുമെന്റ്സ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, എഴുതി വെക്കുക. 7 ഡോക്യുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഈ 7 എണ്ണത്തിന്റെ പേര് എഴുതുക. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് പഠിച്ചു വെക്കുക. ഭയങ്കര എളുപ്പമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ എന്തിനു വേണ്ടിയുള്ളതാ? നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേണ്ട മെറ്റീരിയലിന്റെ ലിസ്റ്റാണ് ബിൽ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, പ്രൊഡക്റ്റ് ടെക്സ്റ്റിന്റെ ലിസ്റ്റ് ഞാൻ എഴുതി. ഓക്കെ, 4 മെറ്റീരിയൽ വേണം, 4ന്റെ ലിസ്റ്റ് എഴുതി. ഇതിൽ 2 എണ്ണം എവിടെ ഇല്ല? പ്രൊഡക്ഷൻ ഫ്ലോറിലില്ല. ആരുടെ അടുത്ത് ചോദിക്കും? സ്റ്റോറിന്റെ അടുത്ത് ചോദിക്കും. എങ്ങനെ ചോദിക്കും? ചുമ്മാ പോയി ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യണം. ഈ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരെന്താ? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. എന്താണ്? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ഓക്കെ, സ്റ്റോറിന്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റോറിന്റെ കയ്യിലില്ല. സ്റ്റോറിന്റെ കയ്യിലില്ലെങ്കിൽ സ്റ്റോർ ആരോട് ചോദിക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ചോദിക്കും. എങ്ങനെ ചോദിക്കും? പർച്ചേസ് റിക്വസിഷൻ ഇട്ട് ചോദിക്കും. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും ഇല്ല. പർച്ചേസ് അവിടെ പോയി മേടിക്കും? പുറത്തെ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ചുമ്മാ പോയി മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പകരം എന്ത് കൊടുക്കണം? പർച്ചേസ് ഓർഡർ കൊടുക്കണം. ഓക്കെ, പർച്ചേസ് ഓർഡർ കൊടുത്ത് സാധനം മേടിച്ചു. സാധനം നമ്മുടെ സ്റ്റോറിൽ വന്നു. ചുമ്മാ അടുത്തകത്ത് വെക്കുവോ? വെക്കത്തില്ല. അതിന് മുമ്പ് അവരെന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്യുമ്പം അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവർ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഇൻസ്പെക്ഷൻ നോട്ട്. ഓക്കെ, സാധനം എടുത്തകത്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോറിൽ ചോദിച്ച സെയിം ടൈമിൽ തന്നെ അപ്പുറത്തിരിക്കുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റിനെ അടുത്ത് ചോദിച്ചു. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സാധനം കൊണ്ട് അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ചുമ്മാ എടുത്തിട്ട് തരാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ഡോക്യുമെന്റോട് കൂടിയായിരിക്കണം അവർ തരുന്നത്. ആ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണം, സപ്ലയർക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഏത് നോട്ട് ഇട്ടാണ് കൊടുക്കുന്നത്?
മെറ്റീരിയൽ റിട്ടേൺ നോട്ടിട്ടാണ് കൊടുക്കുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ. സി, ഒരു കമ്പനിയിൽ ഒരു മെറ്റീരിയൽ മേടിക്കുമ്പോൾ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻലി നമുക്ക് 3 കോസ്റ്റാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് പർച്ചേസ് പ്രൈസ്. ഞാൻ പറഞ്ഞ ബ്രെഡിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ പറഞ്ഞു 20,000 ബ്രെഡ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാസം മേടിക്കണം. ഒരു ബ്രെഡിന് 2 രൂപ വെച്ചിട്ടാണെങ്കിൽ 40,000 രൂപ നമുക്ക് എന്തായാലും ബ്രെഡ് മേടിക്കാൻ വേണ്ടി ഒരു വർഷം മൊത്തം വരും. ഒരു ആനുവലി നമുക്ക് എത്ര രൂപ വരും? 40,000 രൂപ വരും. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എന്താ പറഞ്ഞത്, 1 ഏപ്രിലിലെ ഞാൻ എന്ത് ചെയ്തു, ഈ 40,000 രൂപയുടെ മെറ്റീരിയൽ മേടിച്ചെന്ന് കരുതുക, അല്ലെങ്കിൽ 20,000 ബ്രെഡ് മേടിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ ഓർഡറേ നടത്തിയിട്ടുള്ളൂ. ഡ്യൂറിങ് ദ ഇയറിൽ ഞാൻ സിംഗിൾ ഓർഡറേ നടത്തിയിട്ടുള്ളൂ. ഒറ്റ ഓർഡറിന് എനിക്ക് എന്ത് സംഭവിച്ചു, ഒരു 200 രൂപ കോസ്റ്റ് വന്നെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് എന്തായിരിക്കും? ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് സംഭവിക്കും, ഓർഡറിങ് കോസ്റ്റ് കൂടും. ഓരോ ഓർഡറിന് 200 രൂപയെ ചിലവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പെർട്ടിക്കുലർ കേസിൽ ഒറ്റ പ്രാവശ്യമായിട്ടാണ് എനിക്ക് വേണ്ട ബ്രെഡ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ എനിക്ക് ഓരോ ഓർഡറേ ചെയ്തിട്ടുള്ളൂ. ഓരോ ഓർഡറിന് എനിക്ക് 200 രൂപ ചിലവ് വന്നു. അടുത്തതാണ് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സാധനം കൊണ്ടുവരാൻ എടുക്കുന്ന ചിലവാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതല്ല ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചിലവ് വരും. ഈ സ്റ്റോറേജ് കോസ്റ്റിനെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 40,000 ബ്രെഡ് അല്ലെങ്കിൽ 40,000 രൂപയുടെ ബ്രെഡ് അല്ലെങ്കിൽ 20,000 ബ്രെഡ് 20,000 ബ്രെഡ് എന്ത് ചെയ്തു, ഇയറിൻ്റെ ആദ്യമേ എവിടെ കൊണ്ടുവന്നു, സ്റ്റോറിൽ കൊണ്ടുവന്നു. ഓക്കെ, ഈ ബ്രെഡ് എനിക്ക് പല രീതിയിൽ നശിച്ചു പോകാം. ഇപ്പോൾ കൂടെ പോകാം. ബ്രെഡ് ഞാൻ എക്സാമ്പിളിന് പറയുന്നുണ്ട്, ബ്രെഡിനാരും ഇൻഷുറൻസ് എടുക്കത്തില്ല. പക്ഷെ എന്നാലും ഫോർ എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ സാധനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, ഇൻഷുറൻസ് എടുത്തു. എന്തുമാത്രത്തിന്? 20,000 ബ്രെഡിന് ഞാൻ ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, 2 രൂപയാണ് ഇൻഷുറൻസ്. 2 രൂപയാണ് ഇൻഷുറൻസ്. ഇത് ഞാനൊരു വർഷം മൊത്തം അടയ്ക്കണ്ടേ? അടയ്ക്കണം. ഒരു വർഷം മൊത്തം ഈ 2 രൂപ ഞാൻ എന്ത് ചെയ്യണം, 20,000 ബ്രെഡിന് അടച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യാൻ? ഇത് ക്യാരി ചെയ്ത് വെക്കുന്നതിന് വേണ്ടി, സ്റ്റോറേജിന് വേണ്ടി ഞാൻ അടച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഇപ്പോൾ 20,000 രൂപയ്ക്ക് 2 രൂപ നിരക്കിൽ 40,000 രൂപ എനിക്ക് എന്ത് വരും? ക്യാരിയിങ് കോസ്റ്റ് തന്നെ വരും. 40,000 രൂപ എനിക്ക് ക്യാരിയിങ് കോസ്റ്റ് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര ആവും? ടോട്ടൽ കോസ്റ്റ് വിൽ ബി 80,200 ആവും. ആണേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഞാൻ ഒറ്റയടിക്കല്ല ഈ ബ്രെഡ് മേടിച്ചത്. ഒറ്റയടിക്കല്ല മേടിച്ചത്. ഞാൻ എന്താ വെച്ചിരിക്കുന്നത്, ഞാൻ മന്ത്ലിയാണ് ബ്രെഡ് മേടിച്ച് വെക്കുന്നതെന്ന് കരുതുക. മന്ത്ലി ബ്രെഡ് മേടിച്ച് വെക്കുമ്പോൾ ഒരു വർഷം ഞാൻ എത്ര ഓർഡർ ചെയ്യണം? ഒരു ഓർഡറിന് 200 രൂപ. ഒരു വർഷം എത്ര ഓർഡർ ചെയ്യേണ്ടി വരും? 12 ഓർഡർ ചെയ്യേണ്ടി വരും. എത്ര ഓർഡർ ചെയ്യേണ്ടി വരും? 12 ഓർഡർ ചെയ്യേണ്ടി വരും. 12 വേണ്ട. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷത്തിൽ 10 പ്രാവശ്യമായിട്ടാണ് എനിക്ക് വേണ്ട ബ്രെഡ് മേടിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 10 ഓർഡർ ചെയ്യണം. വേണ്ടേ? വേണം. അങ്ങനെയാണ് ഓർഡറിങ് കോസ്റ്റ് എനിക്ക് എത്ര രൂപ വരും? 2,000 റുപ്പീസ് വരും. ഓക്കെ, ക്യാരിയിങ് കോസ്റ്റോ ശ്രദ്ധിക്കാം. 10 പ്രാവശ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ട മെറ്റീരിയൽ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം എൻ്റെ സ്റ്റോറിൽ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയലേ കാണുള്ളൂ? 2000 യൂണിറ്റ്സ് ഓഫ് ബ്രെഡേ കാണത്തുള്ളൂ അല്ലേ? ഒറ്റ പ്രാവശ്യം എൻ്റെ സ്റ്റോറിൽ 2000 ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലേ കാണത്തുള്ളൂ. അതിന് ഞാൻ എന്തെടുത്താൽ മതി? ഇൻഷുറൻസ് എടുത്താൽ മതി. എത്ര രൂപ? 2 രൂപ പെർ യൂണിറ്റ് അല്ലേ? അപ്പം 4,000 രൂപ എനിക്ക് എന്താവുള്ളൂ? ക്യാരിയിങ് കോസ്റ്റ് ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര ആവും? 46,000 രൂപ. നേരത്തെ എൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു? 80,200 രൂപയായിരുന്നു. എപ്പോഴാണ്? ഓർഡറിൻ്റെ എണ്ണം കുറഞ്ഞപ്പം. ഓർഡറിൻ്റെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡറിങ് കോസ്റ്റ് കുറയും, പക്ഷെ ക്യാരിയിങ് കോസ്റ്റ് കൂടും. ഇപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവാ ക്യാരിയിങ് കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാനൊരു റൂം റെൻറ്റിനെടുത്തു. ഓക്കെ,
2000 യൂണിറ്റ് ഓഫ് ബ്രെഡ് ആണെങ്കിൽ എനിക്ക് കുഞ്ഞു മുറിയിൽ എനിക്ക് അടുക്കി വെക്കാൻ പറ്റും. പറ്റത്തില്ലേ? പറ്റും. ഇതിന് പകരം 20,000 ബ്രെഡ് ആകുമ്പോഴോ എനിക്ക് സ്പേസ് കൂടുതൽ വേണ്ടി വരും. അപ്പം ഞാൻ എടുക്കുന്ന റെന്റ് എനിക്ക് കൂടുതൽ വരും അല്ലേ? സ്റ്റോറേജിന് വേണ്ടി എനിക്ക് കോസ്റ്റ് കൂടുതൽ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ക്യാരിയിങ് കോസ്റ്റ് കുറയും, ഓർഡറിങ് കോസ്റ്റ് എന്ത് സംഭവിക്കും? കൂടും. സോ നമ്മുടെ കമ്പനിക്ക് സംബന്ധിച്ച് എപ്പോഴും എന്തായിരിക്കണം? കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പം രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞു 10 ഓർഡർ വെച്ചിട്ടാണ് എനിക്ക് എന്ത് വന്നത്? പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നതെന്ന് കരുതുക, പർച്ചേസ് ചെയ്തതെന്ന് കരുതുക. ഞാനിപ്പോൾ 20 ഓർഡർ ഇട്ടിട്ടാണ് കൊണ്ടുവന്നെങ്കിലോ? 20 ഓർഡർ ഇട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ ഓരോ ഓർഡറിന് എത്ര രൂപ? 200 രൂപ. 20 ഓർഡറിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4000 രൂപ എന്താവും? ഓർഡറിങ് കോസ്റ്റ് ആവും. ക്യാരിയിങ് കോസ്റ്റോ? 20 ഓർഡർ ഇട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ 1000 യൂണിറ്റ്സ് എനിക്ക് എന്താവും? ഒരു പ്രാവശ്യം എൻ്റെ കമ്പനിയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഒരു യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ എനിക്ക് 2 രൂപ വേണ്ടി വരും. സോ 2000 രൂപ ആണ്. എന്ത് സംഭവിച്ചു? ഓർഡറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റ് കുറയും, ഓർഡറിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റ് കൂടും. ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. അപ്പം കമ്പനി ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് വരുത്താനും പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓവറായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റില്ല. കാരണം എന്താ? വേസ്റ്റേജ് ഉണ്ടാവും. സോ കമ്പനി എന്ത് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു യൂണിറ്റ് ഫിക്സ് ചെയ്യാം. ഈ യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റോ മെറ്റീരിയൽ ഓർഡർ ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും നമ്മുടെ ഓർഡറിങ് കോസ്റ്റും കുറഞ്ഞിരിക്കും. അങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും നമ്മുടെ ഓർഡറിങ് കോസ്റ്റും എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതുപോലെ തന്നെ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും നമ്മുടെ ഓർഡറിങ് കോസ്റ്റും മിനിമം ആയിരിക്കും. അതുപോലെ തന്നെ ഇത് രണ്ടും സെയിമും ആയിരിക്കും. ഇതിനെ നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2AO ഡിവൈഡഡ് ബൈ C എന്ന് വിളിക്കും. A എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസംഷൻ ആണ്. എന്താണ്? ആനുവൽ ഡിമാൻഡ് ഓർ കൺസംഷൻ. O ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ആണ്. ഓക്കെ. C എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഓക്കെ, വെറും ക്യാരിയിങ് കോസ്റ്റ് അല്ല. C എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ആണ്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് EOQ. EOQ എന്താണ്? EOQ is the size of order for which total cost of material is minimum. ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എവിടെയാണോ കുറഞ്ഞു നിൽക്കുന്നത് ആ സൈസിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ 3 കമ്പോണൻ്റ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? പർച്ചേസ് പ്രൈസ് ഉണ്ടാവും, ഓർഡറിങ് കോസ്റ്റ് ഉണ്ടാവും, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കും? ഓർഡറിങ് കോസ്റ്റ് കൂടി വരും. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഫോർ ദ ഹോൾഡിംഗ് ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് വരുന്ന ചെലവുകളാണെന്ത്? ക്യാരിയിങ് കോസ്റ്റ്. നമുക്ക് പ്രോബ്ലം ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 ഉം 2 വരൂ. നോക്കിയേ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. Calculate the EOQ from the following information. നോക്കിയേ, ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഒരു വർഷം പ്ലേസ് ചെയ്യേണ്ട നമ്പർ ഓഫ് ഓർഡേഴ്സും അവർ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ആനുവൽ കൺസംഷൻ 10,000 kg. സോ നമ്മുടെ A കിട്ടിയിട്ടുണ്ട്. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 50 രൂപ. സോ O കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് പെർ kg ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് എത്രയാണ്? ഈ റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ 8%. സോ നമ്മുടെ C എത്രയാണ്? 2 × 8%. ദാറ്റ് ഇസ് 0.16. ഫസ്റ്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EOQ കണ്ടുപിടിക്കാം. EOQ is equal to √2AO divided by C. A is equal to annual consumption.
that is equal to 10,000 kg, right? O is equal to ordering cost per order. That is equal to 50 രൂപയല്ലായിരുന്നോ? യെസ്, 50 രൂപ. C is equal to carrying cost per unit per annum. എത്രയാണ്? റോ മെറ്റീരിയലിൻ്റെ വില 2 രൂപയാണ്, അതിൻ്റെ 8% എന്ത്? ക്യാരിങ് കോസ്റ്റ്. 2 into 8%, 0.16. അതുകൊണ്ട് തന്നെ EOQ എത്രയാണ്? EOQ is equal to square root of 2 into 10,000 into 50 divided by 0.16. That is equal to square root of 2 into 10,000 into 50. 10 lakh divided by 0.16 ചെയ്യുമ്പോൾ 62,50,000 കിട്ടും. 62,50,000. That is equal to സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് 2,500 യൂണിറ്റ്സ് ആയിരിക്കും എന്ത്? നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓൾസോ സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്. എന്തുമാത്രം നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് വേണം? നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എത്ര? is equal to A divided by EOQ. That is equal to ആനുവൽ കൺസംഷൻ എത്രയാണ്? നമുക്ക് 10,000 kg വേണം. ഒറ്റ ഓർഡറിൽ 2,500 kg നമ്മൾ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ 4 ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയാണ്? 4. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലിസ്ട്രേഷൻ നമ്പർ 2ലേക്ക് വന്നി. ആവറേജ് ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ 18,250. ഓക്കെ, അപ്പോൾ എ കിട്ടി 18,250 at a price of 36.50 per unit. അങ്ങനെയാണെങ്കിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 36.50. ഇതിൻ്റെ 20% ആയിരിക്കും എന്ത്? ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? 50 rupees. സോ അങ്ങനെയാണെങ്കിൽ ഇലിസ്ട്രേഷൻ നമ്പർ 2 എഴുതിക്കേ. ഇലിസ്ട്രേഷൻ നമ്പർ 2, EOQ is equal to square root of 2AO by C. A is equal to എത്ര യൂണിറ്റ് ആണ്? 18,250. O is equal to ₹50. C is equal to 36.50 ഉണ്ട് 20%. That is equal to 7.3. EOQ എത്രയാ? EOQ is equal to square root of 2 into 18,250 into 50 divided by 7.3. That is equal to 2 into 18,250.50 divided by 7.3. Square root of 22,50,000. 500 യൂണിറ്റ്സ് ആയിരിക്കും എന്ന് നമ്മുടെ EOQ കണ്ടുപിടിച്ചു. പിന്നെന്താ അവർ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി, അതായത് EOQ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. EOQ എത്രയാണ്? 500 യൂണിറ്റ്സ് ആണ്. നേരെ പോട്ടെ ഇലിസ്ട്രേഷൻ നമ്പർ 14. ടെക്സ്റ്റ് ബുക്കിലെ ഇലിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ചെയ്യിക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ പിന്നെ ചെയ്യാം. ഇപ്പം തൽക്കാലം ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റും നമുക്ക് പോർഷനൊക്കെ നോക്കാം. ഇലിസ്ട്രേഷൻ നമ്പർ 13 എടുത്തേ. അൺലിമിറ്റഡ് ബൈസ് ഇറ്റ്സ് ആനുവൽ റിക്വയർമെൻറ്റ് 36,000 യൂണിറ്റ്സ്. സോ എ എത്രയാണ്? 36,000 യൂണിറ്റ്സ് ഇൻ 6 ഇൻസ്റ്റാൾമെൻറ്റ്. ശ്രദ്ധിക്കാം, 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അവർ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെർ ഇൻസ്റ്റാൾമെൻറ്റ് അവർ എത്ര യൂണിറ്റ്സ് മേടിക്കും? ഇലിസ്ട്രേഷൻ നമ്പർ 13. A is equal to 36,000 ഇൻസ്റ്റാൾമെൻറ്റ് is equal to 6. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ് is equal to 36,000 6 ഇൻസ്റ്റാൾ. ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ 6,000 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നോക്കിയേ, ഈച്ച് യൂണിറ്റ് കോസ്റ്റ് 1 rupees. സോ നമ്മുടെ പർച്ചേസിംഗ് പ്രൈസ് എത്രയാണ്?
1 രൂപ. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? 25 രൂപ. ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എത്രയാണ്? 20% ഓഫ് യൂണിറ്റ് വാല്യൂ. അതായത് ഈ 1 രൂപയുടെ 20% ആയിരിക്കും എന്ത് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻവെന്ററി പോളിസി. എക്സിസ്റ്റിംഗ് ഇൻവെന്ററി പോളിസിയിൽ നമ്മൾ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ആനുവൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇതിനകത്ത് 3 കമ്പോണന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പർച്ചേസ് പ്രൈസ്, സെക്കൻഡ് വൺ ക്യാരിയിങ് കോസ്റ്റ്, തേർഡ് വൺ എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ്. അതവിടെ നിൽക്കട്ടെ. ഹൗ മച്ച് മണി ക്യാൻ ബി സേവ്ഡ് ബൈ യൂസിങ് EOQ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്നും അവർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ EOQ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, EOQ is equal to square root of 2AO divided by C. A എത്രയാണ് മക്കളെ? 36,000. ഓക്കെ, ഓയോ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എത്രയായിരുന്നു? 25 രൂപയല്ലേ? 25 rupees. Then C എത്രയാണ്? 1 രൂപയുടെ 20%. That is equal to 0.2. Square root of 2 into 36,000 into 25 divided by 0.2. That is equal to 3000 യൂണിറ്റ്സ് ആയിരിക്കും എന്ത് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടുണ്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടുണ്ട്. ഇവരെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻവെന്ററി പോളിസി. എക്സിസ്റ്റിംഗ് ഇൻവെന്ററി പോളിസിയിൽ നമുക്ക് വരാൻ പോകുന്ന ടോട്ടൽ ആനുവൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. EOQ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ടൈപ്പിൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. എഴുതിക്കോ. പർട്ടിക്കുലേഴ്സ്, EOQ, existing policy. Okay, units purchased എത്രയാ? EOQയിൽ 3000 യൂണിറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് പോളിസിയിലോ 6000. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസ് എത്രയാ? EOQയിലാണെങ്കിലും എക്സിസ്റ്റിംഗ് പ്ലാനിലാണെങ്കിലും ആനുവലി നമ്മൾ എത്ര രൂപ എടുക്കും? എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യും? 36,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യും. 1 രൂപ നിരക്കിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. സോ 36,000 rupees. എക്സിസ്റ്റിംഗ് പോളിസിയിലും 36,000 ആയിരിക്കും യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. 1 രൂപ നിരക്കിൽ 36,000. ഓക്കെ, ഫൈൻ. അടുത്ത എന്താ? ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് ശ്രദ്ധിക്കാം. EOQയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റ ഓർഡറിൽ നമ്മൾ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യും? 3000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 36,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ഓർഡർ വേണം? 36,000 ഡിവൈഡഡ് ബൈ 3,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓരോ ഓർഡറിന് എത്ര രൂപയാകും? 25 rupees. സോ ഇൻറ്റു 25. 36,000 divided by 3,000 into 25. That is 300 ആയിരിക്കും നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ്. നമ്മുടെ 6,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോഴോ 36,000 ആണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. ഒറ്റ ഓർഡറിൽ നമ്മൾ 6,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യും. ഓരോ ഓർഡറിന് 25 രൂപ നിരക്കിൽ. സോ 36,000 ഡിവൈഡഡ് ബൈ 6,000, അതായത് 6 ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. ഓരോ ഓർഡറിന് 25 രൂപ കോസ്റ്റ് ആകും. 150 rupees ആയിരിക്കും ഇത് നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ്. ഇനി ഒരു കോസ്റ്റ് കൂടെ ഉണ്ട്, ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് അതായത് ഇൻവെന്ററി നമ്മുടെ സ്റ്റോറിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്ത്? ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് ഇൻവെന്ററി ആണ് ഒരേ സമയത്ത്, മാക്സിമം ഒരേ സമയത്ത് നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് ഇൻവെന്ററി ആണ് സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ 3000 യൂണിറ്റ്സേ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരേ സമയം നമ്മുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്യുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ആവറേജ് എടുക്കണം. ഇൻറ്റു എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്യാരിയിങ് കോസ്റ്റ് എത്രയാണ് മക്കളെ? പെർ യൂണിറ്റ് എത്രയാണ്? 2 രൂപ 20 പൈസയോ അങ്ങനെ എന്തല്ലോ. എത്രയാണ്? 20 പൈസ. 0.20. That is 3,000 divided by 2 into 0.2.
300 rupees. ഇവിടേക്ക് വരുമ്പോഴേക്കും 6000 യൂണിറ്റ്സ് ആണ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുക ഇൻറ്റു എത്രയാ, ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. 6000 divided by 2 into 0.2. That will be 600 rupees. Total cost എത്രയാണ്? Total cost will be 36,600 rupees. EOQ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ കോസ്റ്റ് വരും. മറ്റേത് ഫോളോ ചെയ്യുകയാണെങ്കിൽ 36,750 rupees എനിക്ക് എന്ത് വരും, ടോട്ടൽ കോസ്റ്റ് വരും. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 150 രൂപ സേവ് ചെയ്യാൻ പറ്റും. എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും? 150 rupees സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നെറ്റ് സേവിങ് എത്രയാണ്? 150 rupees. മനസ്സിലായോ? ഇവർ കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ടില്ല. ക്യാരിയിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര യൂണിറ്റ് ആണോ ഓർഡർ ചെയ്യുന്നത്, നമ്മുടെ ഓർഡറിങ് യൂണിറ്റ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എത്ര യൂണിറ്റ് ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്? 300 യൂണിറ്റ്സ്. സോ 300ന്റെ ആവറേജ് എടുക്കണം. 3000ന്റെ ആവറേജ് എടുക്കണം. അപ്പോൾ ഡിവൈഡ് ബൈ 2 ഇട്ടിട്ട് ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 15. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താവേ. നോക്കിയേ, a company manufactures a special products which requires a component alpha. ആൽഫ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് വേണ്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. പർട്ടിക്കുലർ താഴെ എന്താ പറഞ്ഞിട്ടുണ്ട്, പർട്ടിക്കുലേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 2021 പർട്ടിക്കുലേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ഡിമാൻഡ് 8000 യൂണിറ്റ്സ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ 200 പെർ യൂണിറ്റ്. എന്താണിത്? ഓർഡറിംഗ് കോസ്റ്റ്. ഓക്കെ. പെർ യൂണിറ്റ് 400 രൂപ കോസ്റ്റ് വരും. ക്യാരിയിങ് കോസ്റ്റ് 20%. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 400 രൂപയുടെ 20%, ദാറ്റ് ഇസ് 80 rupees ആയിരിക്കും നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ്. ദ കമ്പനി ഹാസ് ബീൻ ഓഫേർഡ് എ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫ് 4% ഓൺ പർച്ചേസ് ഓഫ് ആൽഫ പ്രൊവൈഡഡ് ഫോർ ദ ഓർഡർ സൈസ് ഇസ് 4000 കമ്പോണൻറ്റ് അറ്റ് എ ടൈം. ശ്രദ്ധിക്കാം, നമ്മുടെ കമ്പനിയുടെ അടുത്ത് ആൽഫ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ എവിടെ നിന്നാണോ ആൽഫ പർച്ചേസ് ചെയ്യുന്നത്, അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിംഗിൾ ടൈമായിട്ട് 4000 യൂണിറ്റ്സിൻ്റെ ഓർഡർ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 4% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് കളയാം. രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് നോക്കണം? 14 15. EOQ is equal to square root of 2AO divided by C. That is equal to square root of 2 into എത്രയാ? 8000 into എത്രയാ? 200 divided by 80. That is equal to 2 into 8000 into 200 divided by 80 square root. That is 200 units. 200 units ആണ് ഇതിൻ്റെ economic order quantity. Okay. Advise whether the quantity offer can be accepted. നമ്മുടെ കമ്പനിയുടെ അടുത്ത് അവർ പറഞ്ഞില്ലേ 4000 യൂണിറ്റ്സ് ഒറ്റയടിക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഡിസ്കൗണ്ട് തരാമെന്ന്. നമ്മൾ ആ ഓർഡർ 4000 യൂണിറ്റ്സ് ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് കമ്പയർ ചെയ്യണം. നോർമൽ സിനാരിയോയിൽ EOQയിലായിരിക്കും ടോട്ടൽ കോസ്റ്റ് കുറവായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ഡിസ്കൗണ്ട് വരുന്ന കേസസിൽ നിങ്ങൾ ആദ്യം പോയി നോക്കണം ഡിസ്കൗണ്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ടോട്ടൽ കോസ്റ്റിൽ കുറവ് വരുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. 3 കോളം പർട്ടിക്കുലേഴ്സ്, EOQ, പിന്നെ ഇവിടെ എന്താണ്? എക്സിസ്റ്റിംഗ് ഓർഡർ അല്ലല്ലോ. ഇവിടെ എക്സിസ്റ്റിംഗ് ഓർഡർ അല്ലല്ലോ. ഇവിടെ എന്ത് വരുന്നത്? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫ് വെൻ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അക്സെപ്റ്റഡ്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ വ്യത്യാസം വരുമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം എന്ത് എഴുതണം? യൂണിറ്റ്സ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ യൂണിറ്റ്സ് 200 യൂണിറ്റ്സ്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. പർച്ചേസ് പ്രൈസ് എത്രയാണ്?
വേണമെങ്കിൽ 2 കോളം താഴെ വരച്ചോട്ടോ എമൗണ്ടിന്. എമൗണ്ട് ഓക്കെ. ഓക്കെ, ആകെ നമുക്ക് വേണ്ടത് എത്രയാണ്? ആകെ നമുക്ക് 8000 യൂണിറ്റ്സ് വേണ്ടത്. നമ്മുടെ ഒരു യൂണിറ്റിന് 400 രൂപയാണ്. സോ 8000 into 400 that is 32 lakh ആയിരിക്കും EOQയിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് വരാൻ പോകുന്നത്. ഇനി ഡിസ്കൗണ്ട് കിട്ടുന്ന കേസിലാണെങ്കിലോ 2 ഓർഡറാണ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 4% തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റിന് 400 രൂപ ആവത്തില്ല. 400 രൂപയിൽ ഒരു 4 രൂപ ഡിസ്കൗണ്ട് കൂടെ കുറച്ചിട്ട് ബാക്കി 384 രൂപ പെർ യൂണിറ്റ് നമുക്ക് എന്ത് വരുള്ളൂ? പർച്ചേസ് പ്രൈസ് വരത്തുള്ളൂ. ആകെ മൊത്തം നമ്മൾ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യണം? 8000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണം. 8000 into 384 30,72,000 നമുക്ക് എന്ത് വരുള്ളൂ? പർച്ചേസ് പ്രൈസ് വരുള്ളൂ. ഓക്കെ, ഇനി ഓർഡറിംഗ് കോസ്റ്റോ? ഓർഡറിംഗ് കോസ്റ്റ് നോക്കിയേ, നമുക്ക് ടോട്ടലി 8000 യൂണിറ്റ്സ് വേണം. ഓക്കെ, EOQയിൽ 200 യൂണിറ്റ്സ് അറ്റ് എ ടൈം ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഓർഡർ വരും? 8000 ഡിവൈഡ് ബൈ 200 40 ഓർഡർ വരും. ഓരോ ഓർഡറിന് എത്ര രൂപയാണ്? 200 രൂപയാണ് ഓർഡറിംഗ് കോസ്റ്റ്. സോ 40 into 200 8000 ആയിരിക്കും EOQയിൽ എനിക്ക് ഓർഡറിംഗ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. മറ്റേതിലോ ഡിസ്കൗണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആകെ മൊത്തം 8000 യൂണിറ്റ്സ് എനിക്ക് വേണം. 4000 യൂണിറ്റ്സ് ആണ് ഒറ്റ ഓർഡറിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഒരു ഓർഡറിന് എനിക്ക് 200 രൂപ പോസ്റ്റ് വരും. സോ 400 രൂപയായിരിക്കും എനിക്ക് വരാൻ പോകുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ EOQയിൽ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം എൻ്റെ സ്റ്റോറിൽ എത്ര യൂണിറ്റ്സേ കാണുള്ളൂ? 200 യൂണിറ്റ്സേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും മക്കളെ? പർച്ചേസ് പ്രൈസിൻ്റെ എത്ര ശതമാനം? 20%. പർച്ചേസ് പ്രൈസ് 400, അതിൻ്റെ 20% എത്ര? 400 into 20% 80 രൂപ. സോ ഇറ്റ് വിൽ ബി 100 into 80 8000. ഓക്കെ, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ 4000 യൂണിറ്റ്സ് അറ്റ് എ ടൈം എന്തിലുണ്ടാവും? എൻ്റെ സ്റ്റോറിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 2000 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് ഈ കേസിൽ 284 രൂപയെ വരത്തുള്ളൂ. ഈ 284 രൂപയുടെ 20% ദാറ്റ് ഈസ് 76.8 എനിക്ക് എന്തായിട്ട് വരുള്ളൂ? ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. സോ 2000 into 76.8 ദാറ്റ് ഈസ് 15,000 1,53,600 എനിക്ക് എന്തായിട്ട് വരും? ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് വരും. കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇപ്പോഴത്തെ കേസിൽ എത്രയാണ്? 32,16,000 എനിക്ക് എന്തായിട്ട് വരും? ടോട്ടൽ കോസ്റ്റ് ആയിട്ട് EOQയിൽ വരും. അപ്പുറത്തെ സിനാരിയോലോ 30,72,000 plus 400 plus 1,53,600 that is 32,26,000 അല്ലേ? 32,26,000 ആയിരിക്കും എനിക്ക് എന്തായിട്ട് വരാൻ പോകുന്നത്? ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ കേസിലും EOQ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടോട്ടൽ കോസ്റ്റ് കുറവായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് EOQ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വൈസ് ചെയ്യാം. ദിസ് ഈസ് ഓൾ അബൌട്ട് EOQയിൽ ഇതുപോലെ കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.